ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അപ്പൊ ആ ലേഹ്യം മുഴുവൻ ഞാൻ കഴിച്ചിരുന്നെങ്കിൽ ഞാനും എന്റെ കുഞ്ഞും ഇതോടെ തീരുമായിരുന്നു അല്ലേ ചേച്ചി? അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല പ്രതിഭേ. അത് നിന്റെ വയറ്റിലെ കുഞ്ഞിനെ മാത്രം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. നിനക്കൊന്നും പറ്റാതെ കുഞ്ഞിനെ മാത്രം നഷ്ടപ്പെട്ട ആർക്കും ഒരു സംശയം തോന്നില്ലല്ലോ. പക്ഷേ ഇനി നീ സൂക്ഷിക്കണം മോളെ. ആദ്യത്തെ ലേഹ്യം ഫലിക്കാത്തതുകൊണ്ട് അതിലും കൂടിയ ഐറ്റവുമായി നിന്റെ അമ്മായിയമ്മ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നവരാണെങ്കിൽ ഇനി എന്നെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാനായിരിക്കും അവര് വരുന്നത്. അവിടെ പോയാലും നീ സൂക്ഷിക്കണം മോളെ. ആ സ്ത്രീ ദിവ്യൌഷധാണെന്ന് പറഞ്ഞ് എന്ത് തന്നാലും നീ അത് സത്യന്റെ സമ്മതത്തോടെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അമ്മ ആദ്യം തന്ന ലേഹ്യത്തിന്റെ ലാബ് റിസൾട്ട് സത്യേട്ടനെ കാണിക്കണോ ചേച്ചി? വേറെ ഒരു വഴിയും ഇല്ലെങ്കിൽ മാത്രമേ ഇതേക്കുറിച്ച് പറയാവൂ പ്രതിഭേ. സ്വന്തം അമ്മ ചെയ്ത കൊടും ചതിയുടെ തെളിവൊക്കെ ഏതൊരു മകന്റെ കയ്യിൽ കൊടുക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. നീ സത്യന്റെ കൂടെ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാ ഭർത്താക്കന്മാരെയും പോലെ അമ്മ കഴിഞ്ഞേ ഉള്ളൂ ഭാര്യ എന്ന നിലപാടാണെന്ന് തോന്നുന്നു ഇപ്പൊ സത്യനും. അതെ, അമ്മയെ വിശ്വസിച്ച് മുമ്പോട്ട് പോവാൻ തന്നെയാ പിന്നീട് വിളിച്ചപ്പോഴും സത്യേട്ടൻ എന്നോട് പറഞ്ഞത്. സുധേട്ടാ, അവര് മുറിയടച്ചിരുന്ന എന്ത് ഗൂഢാലോചന നടത്തുന്നേ? എനിക്കെങ്ങനെ അറിയാം? നിന്റെ മോൾ അനുപമയും കൂട്ടി അകത്ത് കയറി വാതിലടയ്ക്കാൻ തുടങ്ങുമ്പോ നിനക്ക് ചോദിക്കായിരുന്നില്ലേ? ആ ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നിങ്ങളും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അത് തെറ്റായി പോവുള്ളൂ. നിങ്ങൾക്ക് ഇത്തിരി സ്നേഹത്തോടെ പറയായിരുന്നല്ലോ ഈ ഇടപാട് ഇവിടെ നടക്കില്ലെന്ന്. ഒന്ന് പതുക്കെ പറ. അനുപമ പ്രതിഭയ്ക്ക് ദോഷാവുന്നൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ദേ, അതുകൊണ്ട് എനിക്ക് അവളെ തടയാൻ പറ്റില്ല. സുശീല നമുക്ക് അനുകൂലമായ സ്ഥിതിക്ക് അവളെ പിണക്കാതിരിക്കാൻ അനുപമയുമായിട്ടുള്ള കൂട്ടു വേണ്ടെന്ന് നീ നമ്മുടെ മോളോടൊന്ന് പറയ്. പിന്നെ ഞാൻ പറയാത്തോണ്ടാണല്ലോ നിങ്ങളുടെ മകൾ അനുസരിക്കാത്തെ. പ്രതിഭയ്ക്ക് സുശീല ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാ അവള് പലതിനും അനുപമയുടെ സഹായം തേടുന്നേ. അനുപമയുടെ ഗതി നമ്മുടെ മകൾക്ക് വരാതിരിക്കാനാ അനുപമ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ തടയേണ്ടത്. ഇല്ലെങ്കിൽ ആ ഒരൊറ്റ കാരണം പറഞ്ഞ് സുശീല പ്രതിഭയെ വേണ്ടാന്ന് വെക്കും. ദൈവമേ, സുശീലേച്ചി. പ്രഭേ, വേഗം പോയി അനുവിനും പ്രതിഭയും വിവരം അറിയിക്ക്. സുശീല തിരിച്ചു പോകുന്നത് വരെ അനുഭവം പുറത്തിറങ്ങരുത്. ചെല്ലേ. എടി പ്രതിഭ, ആകെ കുഴപ്പമായി. പുറത്ത് സുശീലേച്ചി വന്നിട്ടുണ്ട്. അനുപമ അവിടെ ഇരുത്തിയിട്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. സുശീലേച്ചി തിരിച്ചു പോയ ശേഷം അനുപമ ഇറക്കിയാ മതി. എന്താ സുധ, എന്നെ കണ്ടപ്പോ നിന്റെ ഭാര്യ അകത്തേക്ക് ഓടിപ്പോയത്? അല്ല, ഞാൻ വന്നത് പ്രഭാവതിക്ക് ഇഷ്ടപ്പെട്ടില്ലേ സുധ? അയ്യോ സുശീലേ, എന്ന് വരും ഓർത്താ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പൊ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കണ്ടാ ഞങ്ങൾക്ക് സന്തോഷല്ലേ ഉണ്ടാവും. അല്ല, പ്രഭാവതിയുടെ ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്യാൻ ഓടിപ്പോയതാണ് സുശീലേ. നീ പ്രതിഭയെ വിളിക്കൂ സുധ, കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ല, ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് ഓടിയ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഗ്യാസ് ഓഫ് ചെയ്യാനോ? ഞാനതിന് അടുപ്പത്തൊന്നും വെച്ചില്ലല്ലോ. അല്ല, നീ വെച്ചില്ലേ? ശരി, നിന്റെ പോക്കണ്ടപ്പോ ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ ഒരു വിചാരം.
അതെ, സുശീലേച്ചി വരുന്നത് കണ്ടപ്പോ പ്രതിഭയോട് വേഗം റെഡിയാവാൻ പറയാനാ ഞാൻ അങ്ങോട്ട് പോയേ. ആ, സുശീലേച്ചി ഇരുന്നാട്ടെ, വാ. അതെ, അങ്ങോട്ടേക്ക് ഇരിക്കാം, വാ വാ. ആ ഇരിക്കും സുശീലെ. ആ ഇപ്പൊ തന്നെ മോളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് സുശീലെ. ആ അത് പറയാനാ സുധാ ഞാൻ വന്നത്. ഗ്രഹപ്പഴി അങ്ങോട്ടേ പൂർണ്ണമായിട്ട് മാറുന്നില്ല. ആ പ്രതിഭ കൂടി വന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. അവളെ ഇങ്ങ് വിളിക്കേ. പോയി വിളിക്ക്. ആ വിളിച്ചോണ്ട് വാ. പ്രതിഭേ, നീ ഇതുവരെ റെഡിയായില്ലേ മോളെ? ഒന്ന് ഇറങ്ങി വാ മോളെ. വാ. ദേ, സുശീലേച്ചി വന്നിട്ടുണ്ട്, വാ. നീ ഉറക്കമായിരുന്നു പ്രതിഭേ? ഏയ് വെറുതെ കിടക്കുമായിരുന്നു. എന്തോ ഒരു ക്ഷീണം പോലെ. ആ ക്ഷീണം ഉണ്ടാവും. ഗുരുക്കള് പറഞ്ഞതും അത് തന്നെയാ. നീ ഇരിക്കെ. ദോഷങ്ങൾ ഒഴിഞ്ഞു പോകും മുമ്പ് ഒന്നുകൂടി പരീക്ഷിച്ചിട്ടേ പോകൂ. ആ ഞാൻ വീണ്ടും ഗുരുക്കളുടെ അടുത്തേക്ക് പോയതേ പ്രതിഭയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മുഹൂർത്തം നോക്കാൻ വേണ്ടിയാ. അപ്പോഴാ അദ്ദേഹം പറഞ്ഞത് ഉത്രാടം വരെ പരീക്ഷണ കാലഘട്ടം അത്രേ. ഹാ അത് കഴിഞ്ഞാലേ കാലം തെളിയൂ. അതുകൊണ്ട് തിരുവോണത്തിന് പ്രതിഭയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ മതി എന്നാ ഗുരുക്കള് പറഞ്ഞത്. അത് കുഴപ്പമില്ല. ഓണത്തിന് ഇനി അധിക ദിവസമല്ലല്ലോ. ആ അതുവരെ പ്രതിഭ ഇവിടെ നിൽക്കട്ടെ സുശീലെ. ആ എന്നാ പിന്നെ തിരുവോണം കഴിഞ്ഞു കൊണ്ടുപോവാ സുശീലേച്ചി. തിരുവോണത്തിന് പ്രതിഭ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത പോലെ ആവില്ലല്ലോ. ഓ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഗുരുക്കള് പറഞ്ഞ കാര്യം ഇവിടെ അറിയിച്ചെന്നേ ഉള്ളൂ. ആ പ്രതിഭ ഗുരുക്കള് തന്ന ആ ഔഷധം വേണ്ട രീതിയിൽ കഴിച്ചോ എന്ന് അദ്ദേഹത്തിനൊരു സംശയമുണ്ട്. ഇനി എന്തായാലും അത് കഴിക്കണ്ട. ആ ദേഹരക്ഷയും വേണ്ട വിധം ഫലം ചെയ്തില്ല. ആ അത് മാറ്റിക്കൊള്ളാനാ ഗുരുക്കള് പറഞ്ഞിരിക്കുന്നത്. ആ ഇനി അത് രണ്ടും ഗുരുക്കളെ തിരിച്ചേൽപ്പിക്കണം. പകരം കഴിക്കാനുള്ള ലേഹ്യവും ധരിക്കാനുള്ള രക്ഷയും ഗുരുക്കള് തന്നുവിട്ടിട്ടുണ്ട്. ആ ലേഹ്യം ഇവള് കഴിച്ചിട്ടില്ലെന്ന് ഇവളുടെ മുഖം കണ്ടാൽ അറിയാം. ഇന്നത് പൊളിക്കണം. ആ മോളെ പ്രതിഭേ, ഇതാണ് ഗുരുക്കള് തന്നുവിട്ട പുതിയ ലേഹ്യവും ഏലസും. ആ ദാ നിന്റെ കയ്യിലുള്ളത് ഇങ്ങോട്ട് തന്നിട്ട് വേണം ഇതങ്ങോട്ട് തരാൻ. അല്ല മോളെ, ആ ലേഹ്യത്തിന്റെ ബാക്കി എവിടെ? അത് മുറിയിലുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. അല്ല ഞാനും വരാം, നിക്ക്. അല്ല വരൂ പ്രതിഭേ. എന്താ എനിക്ക് നിന്റെ മുറിയിലേക്ക് വരാൻ പാടില്ലേ? അതല്ല, പിന്നെന്താ വാന്നേ.